തനിക്ക് എത്ര രൂപ വേണ്ടേ? 200. ഈ ആട്ടുംകട്ടം പോലുള്ള സാധനം വെച്ചിട്ട് 200 രൂപയാ. വിനായക മുരുക. നമസ്കാരം സ്വാമി. നമസ്കാരം. തിമ്മയ്യൻ സ്ഥലത്തില്ലാത്തോണ്ടാണ് ഞാനിപ്പോ ഇത് എടുക്കുന്നത്. ഞാനിത് വെച്ചിട്ട് കാശ് എന്ന കാര്യം നീ പോയി നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞേക്കണം. എന്നിട്ട് വേണം എല്ലാ ദരിദ്രവാസികളും ക്യൂ ആയിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളാൻ. ഇതൊക്കെ ശരിക്കും നിയമവിരുദ്ധ. പോലീസ് അറിഞ്ഞ ഞാനും നീയും ജയിലാവും. നീ ഇങ്ങനെ ചിരിക്കരുത്. നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. ഇതേ ഒരു 150 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. ഭരത്തിരി സ്വാമി. ഇങ്ങനെ ഉരച്ചെടുക്കണ സ്വർണത്തിന്റെ പാപമൊക്കെ എവിടെ കൊണ്ട് അനുഭവിച്ച് തീർക്കും ഭഗവാനേ. നിന്റെ മുഖത്തൊന്നല്ലല്ലോ ഞാൻ ഉരച്ചത്. ഞാൻ ഈ ബാങ്കിന്റെ മാനേജരാ. ഇവിടെ എന്തൊരക്കണം എത്ര ഉരക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ 100 വട്ടം ഹെഡ് ഓഫീസിലേക്ക് എഴുതിയതാ പിയൂന്റെ ഡ്രസ് വേണത്. നീ ആ കൈയൊക്കെ ഒന്ന് മടക്കി വെച്ചേ. നിങ്ങൾ വന്നേ. എന്തിന്? തലവനിക്ക് ടവലുണ്ട് അതിന്റെ എടുത്തേ. ഇത്രയും പൗഡർ ഒന്നും വേണ്ട. ഇവിടെ ഫാഷൻ പരോടൊന്നുമില്ല. നീ പോയ കാശ്മീർ എടുത്തിട്ട് വന്നേ. മാനേജർ ഏതാ പിയൂൺ ഏതാന്ന് കസ്റ്റമേഴ്സിന് തിരിച്ചറിയാൻ പറ്റാണ്ടായി. കൺഫ്യൂഷൻ. ഓ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് പോയക്കല്ലേ. കർത്താവ് ആവശ്യത്തിനുള്ള പുക എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവർക്ക് 2 ആൾക്ക് കൊടുത്താൽ മതി. എന്താ അവിടെ? അയ്യോ താനാരാ? ഞാൻ ചാർജ് എടുക്കാൻ വന്ന പിശാചാ? അല്ല സാർ, ഞാൻ മൂന്തൻ. ഇവിടെ ഫീൽഡ് ഓഫീസറായിട്ട് ചാർജ് എടുക്കാൻ വന്ന. ഒരാഴ്ചയായി ഞങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരുന്നു. അല്ല, സാറിന്റെ മുഖത്ത് എന്ത് പറ്റി? കരിയോ? ഓ, അത് ബൈക്ക് റിപ്പയർ ചെയ്തപ്പോ ഞാൻ. അയ്യോ, ഞാൻ തുടച്ചു തരാം മോനെ. അയ്യോ, ഇപ്പൊ കൂടുതലായി. വേണ്ട, ഈ കുട്ടി ഇവിടുത്തെ ടൈപ്പിസ്റ്റാ. പേര് മുന്തിരി. മുന്തിരിയാ? അതെ, വജ്രലക്ഷ്മിക്ക് സാറിട്ടിരിക്കുന്ന പേരാ. ഹലോ. ഞാൻ തുടച്ചു തരാം. അയ്യോ സാർ, ഞാൻ സാറിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അതെ, അതൊക്കെ എനിക്കറിയാം. ഇവിടെ അങ്ങനെ മേലേന്നും കീഴേനൊന്നുമില്ല. ചില മാനേജർമാരുണ്ട് കീഴ് ജീവനക്കാരെ ഭയപ്പെടുത്ത ഭീഷണിപ്പെടുത്ത ഒക്കെ ചെയ്യുന്നവര്. എനിക്കിവിടെ എല്ലാവരും കുടുംബാംഗങ്ങളുടെ പോലെയാ. അതെ, ഞാൻ സാറിന്റെ അനി ശശി. ആ പോയത് സാറിന്റെ പെങ്ങളും. അവരെന്റെ പെങ്ങളാക്കരുത്, എന്റെ പെങ്ങളാക്കരുത്. അവര് നിന്റെ പെങ്ങള്. നീ പോയി ചായ മേടിച്ചിട്ടോടാ. സ്പെഷ്യൽ ചായ ഞാൻ മാറ്റോണ്ടോ കേട്ടാ. മോനെ, നീ വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോടാ. അല്ല, സാറ് മുകുന്ദ സാറിന് ആദ്യമായിട്ടല്ലേ കാണുന്നത്? പിന്നെ എങ്ങനെ? എന്താ പൊതിയില്? ചായക്കുള്ള ഫ്ലാസ്ക്. ആദ്യം നീ അതിൽ ഉടുപ്പുണ്ടായിച്ചേ. ഈ നാട്ടുകാർക്ക് അറിയാം നീ ഇവിടെ ചായ മേടിച്ചു കൊണ്ടിരുന്ന ആളാണെന്ന്. നീ മുകുന്ദനോട് ചായ മേടിച്ചു കൊണ്ടിരുന്ന നാട്ടുകാർ മുഴുവൻ കാണട്ടെ. മോൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇതാ വരുന്നു. നിക്ക്. എടാ മോനെ ശശി. വന്നിരിക്കുന്നത് ഫീൽഡ് ഓഫീസർ ഒന്നും അല്ല. പിന്നെ ഫീൽഡ് ഓഫീസറുടെ വേഷത്തിൽ നമ്മളെ കൊല്ലാൻ വന്ന കാലനാ. നമ്മളെ അല്ല, സാറിനെ. ഞാൻ അന്നേ പറഞ്ഞതാ. നിയമവും കണക്കൊന്നും നോക്കാതെ കള്ളപ്പേരിൽ ലോൺ കൊടുക്കുമ്പോ ആലോചിക്കുമായിരുന്നു. ഹെഡ് ഓഫീസിൽ നാളെ വരുമെന്ന്. എന്നെ അങ്ങ് വിട്ടേക്ക്. നമുക്ക് നമ്മുടെ ശരീരമാണ് വലുത്. നീ എന്റെ കൂടെ നിന്നാ മതി. ഇവനെ അല്ല, ഇവന്റെ അച്ഛനെ വരെ നമുക്ക് ചൊൽപ്പടിക്ക് നിർത്താം. ഒന്നും അല്ലെങ്കിൽ നമ്മൾ കുടുംബാംഗങ്ങളുടെ പോലെയല്ലടാ. ശരി, അങ്ങനെയാണെങ്കിൽ സാറ് പോയി ചായ വാങ്ങിച്ചോണ്ടാ. എനിക്കൊരു മസാല ദോശ നല്ലപോലെ മൊരിയണമെന്ന് പറഞ്ഞേക്കെ. ചായ മേടിച്ചിട്ടോടാ, ചെല്ലടാ. സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. പക്ഷെ ഈ ഏരിയയില് പാമ്പുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അയ്യോ, പേടിക്കാനൊന്നും ഇല്ലെന്ന്. മുറി ഇഷ്ടായ? ഞാനിവിടെ ആദ്യം എരുമേനെ കെട്ടിരുന്ന സ്ഥല. അല്ല, അന്തോണി സാറിന്റെ ഈ വേഷത്തില്? അതിപ്പോ ചേരയും പാമ്പൊന്നും അല്ലടാ. ചേര തിന്നണ നാട്ടിൽ ചെന്നാ നടുക്കണ്ടം തിന്നണെന്ന് പറയില്ലേ? അപ്പൊ ഇവിടെ വേറെ ഫുഡൊന്നും കിട്ടില്ലേ? നാട് ഓടുമ്പോ നടുവേ ഓടണമെന്നൊരു പഴഞ്ചൊല്ലില്ലേ? സാറ് ഓടേണ്ടി വരും കേട്ടോ. എന്താ പറഞ്ഞേ? അല്ല, ഈ മോട്ടോർ സൈക്കിൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന മഴ കൊള്ളൂ സാറേ? എന്താ, മഴ പെയ്യുമ്പോ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ ഓടി വന്ന് മുറ്റത്ത് നിൽക്കോ? അതില്ല. ഇവനായിട്ട് വലിയ കമ്പനി ഒന്നും വേണ്ട. മുറി ഇത്തിരി ചെറുതാണെങ്കിലും ഐശ്വര്യമുള്ളതാ. എനിക്കിങ്ങനെ ടെൻഷൻ വരുമ്പോ ഞാൻ എന്റെ ഭാര്യയെയും കൂട്ടി ഈ മുറിക്കകത്ത് വന്നിരുന്ന് മുഖത്തോട് മുഖം നോക്കി വെറുതെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്, സാറിന് കുട്ടികളില്ല കേട്ടോ. ಅದಂದಿನಡ ಪನ್ನಿಪ್ಪ പറഞ്ഞದಲ್ಲ ಪಿನ್ನೀಡು ವರೆ ಅವಸರ ಗಿಟ್ಟಿಲ್ಲ. ಇವನು ಎಲ್ಲಿಗೆ ಹೋಗಿದ್ದಾನೆ? ಹೇಳಿದ ಕೆಲಸ ಮಾಡ್ಲೇ ಇಲ್ಲ, ಸೋಂಬೇರಿ. ಇವತ್ತು ಊಟ ಕೊಡಲ್ಲ ನಾನು. തമാശ കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. സാർ ഈ വേഷം ഇട്ടിരിക്കുന്നതിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ? ഭാര്യ പേടിച്ചിട്ടാ. ബാങ്കിൽ ക്രിസ്ത്യാനി, ഭാര്യ വീട്ടിൽ ഹിന്ദു. എന്താ പറഞ്ഞേ? അല്ല, സാറ് വലിയ മനുഷ്യൻ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? അത് കള്ളം പറയുന്നതിന് അങ്ങനെ സമയമൊന്നും ഇല്ലല്ലോ. ಇಲ್ಲ ಇದೆಯಾ?
ಊಟದಕ್ಕೆ 5 ಕೆಜಿ, ಬೇಳೆ ಅರ್ಧ ಕೆಜಿ, ಸಕ್ಕರೆ 2 ಕೆಜಿ, ಟೊಮೆಟೊ ಹಣ್ಣು ಅರ್ಧ ಕೆಜಿ, ನುಗ್ಗೆಕಾಯಿ 2, ಕೊತ್ತಂಬರಿ ಸೊಪ್ಪು, ಮೆಣಸಿನಕಾಯಿ, ಬೆಂಡೆಕಾಯಿ, ಆಲೂಗೆಡ್ಡೆ, ಈರುಳ್ಳಿ. ഒക്കെ പോയി ഞാൻ മേടിച്ചിട്ട് വരാൻ നീലവ്വ. ആ ഇതെന്റെ ഭാര്യ നീലവ്വ. ഇവിടത്തെ പേരുകളൊക്കെ ഒരു പ്രത്യേക തരാ. നീലവ്വ, മുന്തിരി. ಅವಳು ಯಾರು? അതെ, ബാങ്കിന്റെ മുമ്പിൽ ഒരു പൈപ്പ് ഉണ്ട്. അവിടെ 1.5 വയസ്സായിട്ടുള്ള ഒരു കുട്ടി വെള്ളം എടുക്കാൻ വരും. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മുന്തിരി. ആ കുട്ടിയുടെ പേര് മാത്രല്ല, നിന്റെ അമ്മയുടെ പേര് മുന്തിരി. നീലവ്വ, ഇത് ആരാണെന്നറിയോ? എന്റെ മോൻ. ನಿನ್ ಮಗನ? ആ എന്റെ പുന്നാരെ മോൻ. ದೇವ್ರಿ, ಶರಣಪ್ಪ ಹೇಳಿದ್ ನಿಜಾನ? ನಿನಗ್ ಬೇರೆ ಮಗನ? ഓ, നീലവ്വേ മോനല്ല, മോനെ പോലെ. ബാങ്കിൽ പുതിയതായിട്ട് വന്ന ഫീൽഡ് ഓഫീസറാ. ആൾ ഇനി ഇവിടെ തന്നെ താമസം. നീ ഹോഗി 3 ടീ തകമ്പാ. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പലഹാരം മതി. അപ്പൊ നിനക്ക് ചായ വേണ്ടേ? ചായ അല്ലെങ്കിലും കൊണ്ടുവരുമല്ലോ. മുന്തിരി കരിന്തിരി എന്നൊക്കെ ഇവിടെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ ചെകിട് ഞാൻ അടിച്ചു മൂളിക്കും. പറഞ്ഞേക്കാം. ഓത്തായി രാമ. ഇതാണ് സർ ശ്രാവണഗിരി ചന്ത. എല്ലാ വ്യാഴാഴ്ചയും ചുറ്റുവട്ടത്തെ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാര് ഇവിടെ എത്തും. ഇത്രയും ചെറിയ ഒരു ഗ്രാമത്തില് ഇത്രയും വലിയൊരു ചന്തയൊന്നാവും സാർ ആലോചിക്കുന്നത്. ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമുള്ള ഒരു ഏർപ്പാടാ. അത് കഴിഞ്ഞാൽ സ്ഥലം കാലി. കേട്ടോ സാറേ, അമ്മയും പെങ്ങളും ഒഴിച്ച് ബാക്കി എന്തും ഇവിടെ കിട്ടും. സാർ ഇവിടെ ഒന്ന് ചുറ്റി അടിക്കാം. അപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തിക്കോളാം. അമ്മയും പെങ്ങളെ ഒഴിച്ച് എന്തും കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും കരുതിയില്ല. ഒന്ന് പോ സാറേ. ನಾಳೆ ಎಷ್ಟು? അത് 2 രൂപ. ചേച്ചി എനിക്ക് ഈ പൊട്ട് വേണം. ഇതിಗೆ ಎಷ್ಟು? 5 രൂപ. 5? ആ, అవును. പിന്നെ വാങ്ങിച്ചരാം. ചേച്ചി എനിക്ക് പട്ടം വേണം. പട്ടം തലക്കൊരു പൊട്ടുന്നുണ്ടല്ലോ. ആലീസോ? വേട, എന്നെ തിരുമ്പോ ഞാൻ ഇല്ലാണ്ടാവും. എല്ലെങ്കിൽ എന്തിനെയോ? ಎಷ್ಟು? 10 രൂപ. 10 രൂപ. ചേച്ചി ഓടോകളിൽ വായിച്ചത് ആ ഫോട്ടോ പിടിച്ച ആളാ തോന്നുന്നു. ആണോ? എന്നിട്ട് എവിടെ? എന്നെ കണ്ടപ്പോ അങ്ങോട്ട് പോയി. എന്നാ എങ്ങനെ പോയത്? അന്ന് ഫോട്ടോ പിടിച്ചാൽ തന്നെ അതേ ശബ്ദം. 44, 45, 46, 47, 48, 49, 50. ആ ഇനി കാശാ. ഇനി കാശ് വന്നിട്ട് മതി ബാക്കി തിരുമല്. കാശോ? എന്ത് കാശ്? കാശ് എന്റെ അച്ഛൻ വരുമ്പോ ചോദിക്കും, അയാള് തരും. അണ്ണാ കാശ് താണ്ണാ. കാശോ? കാശ് എന്തിനാരാതെ? അവക്കിപ്പോ റേഡിയോ വാങ്ങിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ. പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും ഫസ്റ്റ് വാങ്ങി ജയിച്ചാ അന്ന് നിനക്കൊരു സ്വയംഭം റേഡിയോ വാങ്ങിച്ചു തരും. അതെന്നാ അപ്പ മതി. ഇന്ന് തരാന്ന് പറഞ്ഞ കാശാ. കഷ്ടമുണ്ട് കേട്ടോ. എത്ര നേരം ഞാൻ തിരുമിയതാ. ശരി, 100 തരാം.
പക്ഷെ ഒരു 50 തിരുമല കൂടി തിരുമണം. ശരി, കാശോ? കാശ് വാങ്ങിച്ചിട്ട് നീ മുങ്ങോ? അണ്ണനാണ് എന്റെ പെങ്ങളെ വിശ്വാസം ഇല്ലേ? ഇല്ലല്ലോ. കുളിപ്പിക്കാനും തീരുമാനം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് നിർത്താൻ പറയണില്ലാതെ. നിർത്തണം. ഇവളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം, ഇല്ലെങ്കിൽ വന്നു കയറുന്ന പെണ്ണിനെ വച്ചേക്കോള്. പിന്നെ എനിക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഈ ശ്രാവണഗിരിയിൽ കിട്ടാനുണ്ടോടാ? ശ്രാവണഗിരിയിലുള്ളവരൊക്കെ മര്യാദക്കാരും തറവാട്ടി പറഞ്ഞവരുവാ. തെരുക്കൂത്തുകാരെ വേണമെന്നുള്ളവര് കൃഷ്ണഗിരി തന്നെ പോണം. എന്താ പതിവില്ലാണ്ട് ഇന്ന്? നാളെയല്ലേ വ്യാഴാഴ്ച? ബാങ്ക് മാനേജർക്ക് രജിസ്റ്റേർഡ് ഉണ്ട്. ചിട്ടിഭായി, എനിക്ക് കത്തൊന്നുണ്ടോ? നിനക്കാര് കത്തയക്കാനാടാ? വേണം, ഞാൻ ഒരെണ്ണം എഴുതരാം. കറക്കടാ കറക്കടാ, ആഞ്ഞ് കറക്കടാ. വേണ്ട സാർ, കറങ്ങണില്ലെങ്കിൽ കറങ്ങണ്ട. എനിക്ക് കാറ്റ് കൊള്ളണം തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റ് കൊണ്ടോളാം. വേണ്ട, എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും? സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിയ ദിവസം പറയാതെ ഫാൻ കറക്കടാ. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊരിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവതായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്, ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ. ഇനി കുറച്ചേരം സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങണില്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രജിസ്റ്റേർഡ് ഉണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്നെ ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ അയ്യോ, സാർ 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 ഞാൻ ശരിയായി. സാർ മുന്തിരി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? സാർ 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 ഇംഗ്ലീഷിലാ. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നത്. സാർ സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. വീണ്ടും പോയി. സാർ, ശശി, ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം, ഒരു ഡോക്ടർ പോരെ? മതിയിടോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഡോക്ടർ, അല്ല സാർ. ശരിയാಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവും മടിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാണെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി, എല്ലാം ശരിയാവും. വാ, അല്ലെങ്കിൽ എന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, ഇത് പശുവിനെ കുത്തി വെക്കുന്നു. ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. കേറ്. പെട്ടെന്ന് കറിയോ. ആ, പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ, മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല, എനിക്ക് അയ്യോ, ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സവാചം എനിക്കൊന്നും അറിയില്ല. മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് വിളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് വിളിക്കാം. സാർ, ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താണ് ഉറപ്പ്? നീ എവിടേക്കാണ് ഇവിടെ നോക്കണേ? ഇവിടെ നോക്കണേ പെൺകോന്താ. മുന്തിരി, നീ ബേജാറാക്കി വിടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ, ഡോക്ടർ വന്നു.
ഇയാൾക്ക് തലവർക്ക് മാറിയപ്പോ ഭ്രാന്തായോ? സാർ ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം എന്ന് പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൻ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടോ.